ഹായ് ഫ്രണ്ട്സ്, വത്സല സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അമ്പഴങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അമ്പഴങ്ങ കണ്ടില്ലേ? അമ്പഴങ്ങയാണത്, അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം വിചാരിച്ചൊന്നൊരു അച്ചാർ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ അമ്പഴങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത്. ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിനി എണ്ണയിലിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഉലുവ, 1 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. കടുക് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം എടുത്തു. പിന്നെ മുളക് പൊടി നമ്മൾ ആവശ്യത്തിന്. പിന്നെ കട്ട, പിന്നെ എന്താ പറയുക, കായമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ലെണ്ണ, ഉപ്പ്, അങ്ങനെയുള്ള എല്ലാ ബാക്കി സാധനങ്ങളൊക്കെ തന്നെ വേണം കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഈ പിന്നെ കടുക്, ഉലുവ, ജീരകം, പിന്നെ കായം ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തോണ്ട് വരാം. ഓക്കെ. അപ്പോൾ കായം ഇതൊക്കെ വറുത്തെടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ കായ അതിലിട്ടിട്ട് വറുത്തെടുക്കണം. കായം വറുത്തെടുക്കണ എന്തിനാന്ന് ചോദിച്ചാൽ പൊടിക്കാനാണ് കേട്ടോ. അല്ല, അപ്പോൾ കട്ടക്കായ ആയതുകൊണ്ടാണ് വറക്കണത്. ഇപ്പം കായ മൂത്ത് വന്നേ, ഇനി നമുക്കത് മാറ്റിയെടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ടു ഞാൻ കായം. ഇനി അടുത്തതായിട്ട് നമുക്ക് തീ കുറച്ച് വെക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവ, കടുക്, ജീരകം ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് വറക്കാം. നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുത്ത് ചൂടാക്കി എടുത്താൽ മതി. എല്ലാം മരുന്നാണല്ലോ, അതുകൊണ്ട് ശകലം കൂടിയാലും കുഴപ്പമില്ല, നല്ലതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ ഞാൻ. അപ്പോൾ കടുകും ജീരകവും ഉലുവയൊക്കെ കൂടെ ഞാൻ വറുത്ത് കോരി എടുത്ത് കേട്ടോ. ഇനി അതിലേക്ക് മുളകാണ് ഇടാൻ പോണത്. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിന് കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോവരുത്, ചൂടായാൽ മതി. മൂത്ത് വന്നു. അപ്പം ഞാനുണ്ടല്ലോ ഫ്രണ്ട്സ്, പിന്നെ ഇതുണ്ടല്ലോ പൊടിയെല്ലാം പൊടിച്ച്, പിന്നെ ഉലുവ, ജീരകം, കടുക് ഇത്രയും അത്രയും ഉണ്ട് കേട്ടോ. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അല്ലാതെ സാധാ മുളകല്ലേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തത്, എരിവുണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ വെളുത്തുള്ളി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ വെളുത്തുള്ളി ഇടാൻ പോവുകയാണ്. വെളുത്തുള്ളി അരിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതോടുകൂടി തന്നെ ഇഞ്ചി ഇട്ടു അതിൽ തന്നെ. ഇനി ഇതൊന്ന് വഴറ്റി നമുക്ക് കോരിയെടുക്കാം. നമ്മളുണ്ടല്ലോ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് പിന്നെ അമ്പഴങ്ങ അരിഞ്ഞ് നമ്മൾ വഴറ്റിയെടുത്താണ്ടല്ലോ കേടുവരികയില്ല. ഒരുപാട് നാളിരിക്കും കേട്ടോ. ഒരു കേടും വരിക. നല്ല ടേസ്റ്റിയാണ് അങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ. നമ്മൾ മാങ്ങയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അമ്പഴങ്ങ അങ്ങനെ ചെയ്തിട്ടില്ല ആരും തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം ഇനി വെളുത്തുള്ളി ഇതിൽ കിടന്നൊന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിൽ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ.
ഇത് വഴന്ന് വന്നതിന് ശേഷം ഇത് എടുത്തിട്ട് നമുക്കതിലേക്ക് അമ്പഴങ്ങ ഇടാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്നും കോരി എടുക്കുകയൊന്നും വേണ്ട. ഇതിലേക്ക് തന്നെ നമ്മൾ അമ്പഴങ്ങ ഇട്ടേച്ചാൽ മതി. മൂത്ത് വരട്ടെ. ഇത് വെളുത്തുള്ളി ശരിക്കും മൂക്കാഞ്ഞാലേ പിന്നെ അങ്ങ് കേട് വരും പെട്ടെന്ന്. അതുകൊണ്ട് അതൊന്ന് നല്ലോണം മൂത്ത് വരട്ടെ. നിങ്ങളെ വീട്ടിൽ അമ്പഴങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഫ്രണ്ട്സ് കാണുന്നത് വെച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ലൈക്കും ചെയ്യണം. കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. പിന്നെ ആ ഓൾ ബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അന്നേരം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നതാണ്. മൂത്ത് വരാൻ താമസമാണ്. ഈ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയല്ലേ, മുറിക്കാത്തതാണ്. അതുകൊണ്ടാണ്. മുറിച്ചാൽ പെട്ടെന്ന് കേടുവരും. അത് മുറിക്കാതെ ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ കിടന്നോളൂ അവിടെ. ഇപ്പം നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അമ്പഴങ്ങ ഇടാം. അമ്പഴങ്ങ ഇടാം അതിലേക്ക്. കുറച്ച് നല്ലോണം ഒഴിക്കണം കേട്ടോ. ഞാൻ രണ്ടാമത് എണ്ണ ഒഴിച്ചിരുന്നേ. എണ്ണ വേണം. ഇനി ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴണ്ട് വരണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ. ഇതിൻ്റെ കൂടെ തന്നെ ശകലം ഉപ്പും കൂടി ഇടാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് ഞാൻ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. നീ എണ്ണയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം. ഇവിടെ കിടന്ന് വഴണ്ട് വരട്ടെ. അപ്പം ഈ അമ്പഴങ്ങ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. അമ്പഴങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ നാരുകളുള്ള കാരണത്താലേ ദഹനത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ ബലബന്ധമുള്ളവർക്കൊക്കെ ഗുണം ചെയ്യും. പിന്നെ വിറ്റാമിൻ സി ഉള്ള കാരണത്താൽ പിന്നെ ചർമ്മത്തിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക, അമിതവണ്ണം കുറയ്ക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ ഷുഗറിന് നല്ലതാണ്. അങ്ങനെ ഈ അമ്പഴങ്ങയ്ക്ക് ഒരുപാട് ഗുണമുണ്ട്. നമുക്ക് വിചാരിച്ചു അമ്പഴങ്ങ സാരില്ല, പക്ഷെ ഒരുപാട് ഗുണമുള്ളതാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ നമ്മൾ അച്ചാർ പല വിധത്തിലും അച്ചാറിടാം. ആ പച്ചടി ഉണ്ടാക്കാം. പിന്നെ മാങ്ങ കൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണോ അതുപോലെ തന്നെ ഈ അമ്പഴങ്ങ കൊണ്ടും നമുക്ക് ചെയ്യാം. അപ്പം ഒട്ടും അത് ഒഴിവാക്കരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പിന്നെ അമ്പഴങ്ങയൊക്കെ ഉണ്ടല്ലോ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പാകമായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്താം. കണ്ടോ, നമ്മളെ പിന്നെ ജീരകവും പിന്നെ എല്ലാം പൊടിച്ച് വെച്ചത്, ഉലുവ, ജീരകം, കടുക്, മുളക് എല്ലാം കൂടെ ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങനെ ഇടാം. കായമുണ്ട് കേട്ടോ, കായമുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എത്ര വേണ്ടുണ്ടാക്കി കഴിയാമെന്നറിയോ? ഒരു പണിയില്ല. അത് അരിയൻ്റെ താമസം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇതുമില്ല. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെയും നിങ്ങളുണ്ടാക്കും. അത്രയ്ക്കോ. ഞാൻ പല പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ്.
ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് എടുക്കരുത് കേട്ടോ, നാളെ ഇത് എടുക്കാൻ പാടുള്ളേ. അപ്പോൾ ഉണ്ടല്ലോ, ഇത് ഇളം അമ്പഴങ്ങിയാണ്, അതുകൊണ്ട് പുളി കുറച്ച് കുറവാണ്. അന്നേരം നമുക്ക് ഇതിലേക്ക് ശകലം വിനാഗിരി ഒഴിക്കുക. കുറച്ച് വിനാഗിരി ഒഴിക്കണം. കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇനി കൊണ്ട് ഇളക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇടാം. ഉണ്ടല്ലേ, കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കൊതി വരുന്നില്ലേ? ഇനി നാളെ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നോക്കി എന്താ കളറ് കണ്ടില്ലേ? അപ്പം നമ്മളിതിൽ വിനാഗിരി ഒഴിച്ചില്ലേ? അപ്പോൾ വിനാഗിരി ഒഴിച്ചപ്പോൾ ഇതിന് അമ്പഴങ്ങ അധികം മൂപ്പില്ലാത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുളി കുറവായിരുന്നു. അപ്പോൾ ഈ നമ്മൾ വിനാഗിരി ഒഴിച്ച കാരണത്താൽ പുളിയും കിട്ടും, പോരാത്തത് കേടുവരുമില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായില്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റാണ്. കായത്തിൻ്റെയും വെളുത്തുള്ളി, ഇഞ്ചി, എന്ന് വേണ്ട, എല്ലാത്തിൻ്റെയും കൂടി രുചിയുണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമ്മളെ വീഡിയോ എടുത്തു കഴിഞ്ഞു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.